ഗുഡ് മോർണിംഗ്. ഗ്രേറ്റ് ജീസസ് നെയിം. വീട് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധം അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചില്ല. കാരണം കർത്താവിന് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, ചോദിക്കുന്നവൻ ലഭിക്കും. അപ്പോൾ നമ്മളെന്താ വേണ്ട വിധം അന്വേഷിക്കുന്നത്? നമുക്ക് അതിൻ്റെ വില വേണ്ട വിധം പിടികിട്ടിട്ടില്ല. അത് ഇത്ര വാല്യുബിൾ ആണെന്ന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ, ലോകത്തിൻ്റെ വാല്യുബിൾ അല്ല കേട്ടോ, ലോകത്തിന് അതൊക്കെ ചപ്പും ചവറും. പക്ഷെ ദൈവരാജ്യത്തിൽ കർത്താവ് ഏറ്റവും വിലമതിക്കുന്ന കാര്യമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം കർത്താവിൻ്റെ ഏറ്റവും വിലയേറിയ വൺ ഓഫ് ദി ഗിഫ്റ്റ് നമുക്ക് രക്ഷ സൗജന്യ ദാനമാണ്, ഗിഫ്റ്റാണ്. അപ്പോൾ തന്നെ രക്ഷ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും. ക്രൂശിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യപ്പെട്ടു, നമ്മൾ ചെയ്തു പോയ പാവങ്ങൾക്ക് പരിഹാരം ചെയ്തു. രണ്ട്, ഇനിയുള്ള കാലം ഒരു ജയകരമായ ജീവിതം നയിക്കണം. നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. കാരണം നമ്മുടെ പഴയ ജഡം തന്നെ നമ്മൾ നിൽക്കുന്നത്. ജഡം കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു, പക്ഷെ നമ്മൾ ആ ജഡത്തിൽ തന്നെ വസിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ പിന്നെ എങ്ങനെ പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്കൊരു വിക്ടോറിയസ് ലൈഫ് ജീവിക്കാം. അപ്പം ഈ രണ്ട് കാര്യം, ഒന്ന് എല്ലാവരും പകുതിയെ പറയത്തുള്ളൂ, കർത്താവ് പാവങ്ങൾ വഴി ക്ഷമിച്ചു. രണ്ടാമത്തത് പലരും പറയാറില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ പറ്റൂ. ജയകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീഴാതെ, കാൽ വഴുതാതെ, ഇടറിയാലും താഴെ വീഴാതെ, തലയിടിച്ച് വീഴാതെ പരിശുദ്ധാത്മ ഇവിടെ സൂക്ഷിക്കും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ട വിധം വില കൊടുത്തില്ല. വില കൊടുക്കാതിൻ്റെ കാര്യം നമ്മൾ സെൽഫ് സഫീഷ്യൻ്റാണ്. എൻ്റെ സെൽഫ്, എനിക്ക് അതിൻ്റെ ആരുടെ ആവശ്യമില്ല. പല ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് ആരുടെ ആവശ്യമില്ല, എനിക്ക് തന്നെ മാനേജ് ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം, മാനേജ് ചെയ്യും. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ സെൽഫ് സഫീഷ്യൻസി നിന്ന് മാനസാന്തരപ്പെടണം. എനിക്കങ്ങനെ കൂടാതെ പറ്റത്തില്ല എന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു തേങ്ങൽ, ഒരു ക്രൈ ഉണ്ടാകും. അതിനാണ് ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്, ആത്മാവുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതാ, കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ സഹായം കൂടാതെ എനിക്ക് പറ്റത്തില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അങ്ങയുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ആശ്രയത്വം, എ ചൈൽഡ്-ലൈക്ക് ഡിപ്പെൻഡൻസ് ഓൺ ദ ഓൾമൈറ്റി ഗോഡ്, എ കോൺഫിഡൻറ്റ് ഡിപ്പെൻഡൻസ്, കർത്താവിനെ സഹായിക്കും എന്നുള്ള ആശ്രയത്വം. അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. കാരണം കർത്താവ് നോക്കും ജെന്യുവിനാണോ. ഫേക്കായിട്ടുള്ള അനുഭവം കൊണ്ട് തൃപ്തിപ്പെടല്ലേ. ശരീരത്തിൽ കുളിര് കോരിയുണ്ടോ അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തുള്ള അല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയും. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയും. മൂന്ന്, ഈ സ്നേഹം നമ്മുടെ ചുറ്റുപാടുള്ളവരിലേക്ക് പരന്നൊഴുകും. നമുക്ക് എല്ലാവരോടും സ്നേഹമാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക, അതൊക്കെ ഫ്ലോ ചെയ്യും. അതാ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ യഥാർത്ഥ ഒരു ദൈവത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിതാവായ ദൈവവും യേശുക്രിസ്തുവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് കുറേ പൈസ ഉണ്ടാക്കുക, കുറേ പേരെടുക്കുക, ജോലിയിൽ പ്രൊമോഷൻ, സ്ഥിരമായിട്ട് പ്രൊമോഷൻ മേടിക്കുക, വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക, എല്ലാം വെട്ടിപ്പിടിക്കുക, നോ, അതല്ല കർത്താവിൻ്റെ ലൈനാണ്. അത് ലോകത്തിൻ്റെ ലൈൻ പാറ്റേൺ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ, അതിനകത്തൊന്നും ഞാൻ എതിരില്ല. പക്ഷെ അതിനുവേണ്ടി കർത്താവിനെ അറിയാം. കർത്താവിനെ അറിയുന്നത് നമ്മളെ നിത്യജീവനും ആ യേശുവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപരാകാനും പിതാവിൻ്റെ മക്കൾ, ആബാ പിതാവെ എന്ന് വിളിക്കുക എന്നുള്ള പുത്രത്വത്തിൻ്റെ ആ ഒരു ആ പൊസിഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രയോറിറ്റീസ് മാറട്ടെ, ഈ ദിവസങ്ങളിൽ പ്രയോറിറ്റീസ് മാറട്ടെ. ഇനി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ള അടുത്ത കാര്യം, അതിന് ശേഷമേ ഉള്ള എൻ്റെ ബാക്കി കാര്യങ്ങളെന്നുള്ളൊരു തീരുമാനമുണ്ട്. കർത്താവ് പാലിക്കും, ബാക്കി കാര്യങ്ങളൊന്നും കുഴഞ്ഞു പോകത്തില്ല. കാരണം കർത്താവിൻ്റെ പ്രോമിസാണ്, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തോളാം. ഒരു കുഴച്ചിലും ഉണ്ടാകത്തില്ല, ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ അനുഭവം. ഈ കുഴച്ചിൽ വരുന്നത് എപ്പോഴാണെന്നറിയോ? ആദ്യം രാജ്യനീതി അന്വേഷിക്കാത്തപ്പോൾ. കുഴയുമ്പോഴാണ് നമ്മൾ കർത്താവിലോട്ട് അന്വേഷിക്കാൻ ചെല്ലുന്നത്. കുഴച്ചിൽ വരാതിരിക്കാൻ കർത്താവ് പറഞ്ഞാൽ ആദ്യം നീ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, ഞാൻ ബാക്കിയെല്ലാം ചെയ്തോളാം. ഇത് ഈ പട്ടാളക്കാരുടെ കാര്യം പറയല്ല, ഈ മിലിറ്ററി നമുക്കറിയാം.
അവർ റേഷൻ മേടിക്കാൻ പോയി ക്യൂ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ രാജ്യത്തെ സേവിക്കുമ്പോൾ ഊണുറക്കം ഉപേക്ഷിച്ച് അവർ രാജ്യത്തെ സേവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ മുഴുവൻ പ്രൊഫഷൻസും രാജ്യം അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്തോണ്ടിരിക്കും. അതേ സിസ്റ്റമാണ് ദൈവരാജ്യത്തിൽ. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ഏറ്റവും അത്യാവശ്യം എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പേർപ്പസ് എന്താ, എന്നെക്കുറിച്ച് കർത്താവിന് വ്യക്തമായിട്ടൊരു പ്ലാനുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ നമുക്ക് 5 പിള്ളേരുണ്ടെങ്കിൽ 5 പേരെക്കുറിച്ച് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു പ്ലാനില്ല, ഓരോരുത്തരും ഇന്നതാക്കണം. അതാവുമാകായിരിക്കും അത് വിധത്തെ കാര്യം. പക്ഷെ നമുക്കൊരു പ്ലാനില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗസ്വനായ പിതാവിന് എത്രയധികം കാണുമോ? ഇന്നുവരെ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെക്കുറിച്ചുള്ള കർത്താവേ, അങ്ങയുടെ പദ്ധതി? ഞാനിങ്ങനെ ഉണ്ട് ഉറങ്ങിയും കുറേ ജോലി ചെയ്തും കുറച്ച് സമ്പാദിച്ചും ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ രാവുകൾ ഉറങ്ങാതെ നടന്നും അവരെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയും സ്കൂളിൽ കൊടുത്തും അവസാനം അവർ കല്യാണം കഴിഞ്ഞ് അവരവരുടെ പാട്ടിന് പോകും, ഞാനിവിടെ ഒറ്റയ്ക്ക് അത് കഴിച്ചു. ഇതാണോ കർത്താവേ അങ്ങനെയൊക്കെക്കുറിച്ചുള്ള പദ്ധതി? ഒന്ന് ചോദിച്ചു. ചുമ്മാ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ടൈം റിട്ടയർ ലൈഫൊക്കെ ആണെങ്കിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്ലാനിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലേ ഇനിയെങ്കിലും അങ്ങയുടെ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയാം. കഴിഞ്ഞതൊന്ന് പോട്ടെ, അത് മറന്നേ സാരമില്ല. കാരണം പോള് പറയുന്നുണ്ട്, കഴിഞ്ഞ പിന്നിലുള്ളതിനെ മറക്കുക. പഴയൊന്നും അത്ര നല്ലതല്ലോ ഓർക്കാൻ. ഇനിയുള്ള ആയുസ്സുണ്ടല്ലോ, അത് കർത്താവെ അങ്ങേക്ക് വേണ്ടി അതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കൂടിയത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാഞ്ഞതുകൊണ്ട് എനിക്കിത് പിടികിട്ടാവുക. എൻ്റെ ജഡം ഇങ്ങനെ പ്രോമിനൻ്റായിട്ട് നിന്നു. പിന്നെ അതിന് ആത്മാവിനെല്ലാം പറയാൻ പറ്റുന്നത് ഡിനൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞപ്പം എനിക്കത് പിടികിട്ടിട്ടേ ഇല്ല. ഞാൻ കർത്താവ് സൈലൻ്റ്. ഇനിയെങ്കിലും മനസ്സാത്രപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.